അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേട്ടറ്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവരാണല്ലോ നമ്മളെല്ലാവരും. കേട്ടറ്റ് കാറ്റഗറി 4 അറബിക്കിലെ ചില പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അറബിക്കിലെ എല്ലാ വിഷയങ്ങളെയും പോലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണല്ലോ ഇൽമുൽ ബലാഗ. ബലാഗയുമായി ബന്ധിച്ച ചില ചോദ്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഏകദേശം എല്ലാ എക്സാമിനും ഒരു 5 ക്വസ്റ്റ്യൻ വരുന്ന ഭാഗമാണ്, ചോദ്യങ്ങൾ വരുന്ന ഭാഗമാണ് ബലാഗ. അതിൽ തൊട്ട് മുമ്പ് കഴിഞ്ഞ 2025 ഡിസംബറിൽ കഴിഞ്ഞ കേട്ടറ്റ് എക്സാമിലെ ബലാഗയുമായി ബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എന്തെല്ലാമായിരുന്നു, അതിൻ്റെ വിശദീകരണങ്ങൾ എന്തെല്ലാമായിരുന്നു എന്നതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ മത്സര പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്ന ആളുകൾക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക എന്നുള്ളത്. ക്വസ്റ്റ്യൻസ് നോക്കുന്നതിനോടൊപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറം ആ ക്വസ്റ്റ്യൻസിലെ ഓപ്ഷൻസ് എല്ലാം അനാവരണം ചെയ്തുകൊണ്ട്, അനലൈസ് ചെയ്തുകൊണ്ട് ആ ഓപ്ഷൻസ് കൂടി മനസ്സിലാക്കിയിട്ട് അതിൻ്റെ വിശദീകരണങ്ങൾ കൂടി പഠിച്ചിട്ട് മുന്നോട്ട് പോവുക. അങ്ങനെ കുറച്ച് വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്ത് പഠിക്കുക എന്നത് മനസ്സിലാക്കാനും നമ്മൾക്ക് ഗ്രഹിക്കാനും ഏറ്റവും നല്ല എളുപ്പമായ സിമ്പിളായിട്ടുള്ള ഒരു വഴി ആയിട്ടാണ് സാധാരണ പരിചയപ്പെടുത്തപ്പെടാറ്. അത്തരത്തിൽ നമ്മൾ കഴിഞ്ഞ തവണ ഉണ്ടായ ബലാഗയുടെ ഭാഗത്ത് വന്ന ക്വസ്റ്റ്യൻസ് ചിലത് അനലൈസ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. 5 ചോദ്യങ്ങളാണ് അതിൽ വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയായിരുന്നു: ലഫ്ദുൽ അസദ് ഖാലിദുൻ കൽ അസദി ഫി ഷജാഅത്തി. ഖാലിദുൻ കൽ അസദി ഫി ഷജാഅത്തി എന്നൊരു ജുംല, ഒരു സെൻറ്റൻസ്. ആ സെൻറ്റൻസിൽ അസദ് എന്നുള്ളൊരു പദം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. താഴെ ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. മുഷബ്ബഹ് ബിഹി ആണോ, മുഷബ്ബഹ് ആണോ, അദാത്തു തശ്ബീഹ് ആണോ, വജ്ഹു ശബഹ് ആണോ? ഉത്തരം മുഷബ്ബഹ് ബിഹി എന്നുള്ളതാണ്. അതൊരർത്ഥത്തിൽ ഉത്തരം മുഷബ്ബഹ് ബിഹി എന്നത് നമ്മൾക്കങ്ങനെ കാണാതെ പഠിച്ചു പോകുന്നതിനേക്കാളപ്പുറം എന്താണിത്, എന്തുകൊണ്ട് മുഷബ്ബഹ് ബിഹി ആയി എന്നത് നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ തശ്ബീഹ് എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ വേണമെങ്കിൽ സദൃശ്യമാക്കൽ, ഒന്നിനെ മറ്റൊന്നിനോട് സദൃശ്യപ്പെടുത്തുക എന്നതാണല്ലോ തശ്ബീഹ്. ഒരു പൂച്ച അതിൻ്റെ വലിപ്പത്തിൽ ഒരു ആടിനെ പോലെയുണ്ട്. അപ്പോൾ ആട് എന്നതിനെ പൂച്ച എന്നുള്ളതിനെ നമ്മൾ ആടിനോട് സദൃശ്യപ്പെടുത്തുകയാണ്. അപ്പോൾ അവിടെ തശ്ബീഹാണ്. അപ്പോൾ ശബ്ബഹുത്തു അൽ ഖിത്ത, പൂച്ചയെ ഞാൻ ബി അഷാത്തി, ആടിനോട് സദൃശ്യപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് സംഭവം തശ്ബീഹ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഏത് സാധനത്തിനെയും കുറിച്ച് നമ്മൾ പറയുന്ന പോലെ ഒരു തശ്ബീഹ് നടത്തുമ്പോൾ അതിൽ ചില ഘടകങ്ങൾ ഉണ്ടാവും. ഒരു പൂച്ച വേണം, പൂച്ചനെയാണല്ലോ നമ്മൾ സദൃശ്യപ്പെടുത്തുന്നത്. എന്തിനോട് സദൃശ്യപ്പെടുത്തുന്നു എന്നുള്ളതിനൊരു ആട് വേണം. എന്തിൻ്റെ വിഷയത്തിൽ സദൃശ്യപ്പെടുത്തുന്നു എന്നുള്ളത് ഒരു സാധനം വേണം. പൂച്ചൻ്റെ നിറം ആടിനെ പോലെ ഉണ്ടെന്ന് പറയാം, അല്ലെങ്കിൽ പൂച്ചൻ്റെ വലിപ്പത്തിൽ ആടിനെ പോലെ ഉണ്ടെന്ന് പറയാം, അല്ലെങ്കിൽ ഈ പൂച്ചൻ്റെ ചെവി ആടിനെ പോലെ, അങ്ങനെ പല രൂപത്തിലും തശ്ബീഹ് നടത്താം, പല വിശേഷണങ്ങളിലും തശ്ബീഹ് നടത്താം. ഇവിടെ എന്തിലാണ് നമ്മൾ തശ്ബീഹ് നടത്തിയിട്ടുള്ളത്? അങ്ങനെ പല കാര്യങ്ങളും ഒരു തശ്ബീഹിൽ അടങ്ങിയിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു തശ്ബീഹ് നടക്കുമ്പോൾ അവിടെ റുക്കുനുകൾ വേണം, ഒരു ഘടകങ്ങൾ വേണം. എന്താണ് തശ്ബീഹിലെ ഘടകങ്ങൾ എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആദ്യം നൽകിയ 4 മുഷബ്ബഹ് ബിഹി, അദാത്തു തശ്ബീഹ്, വജ്ഹു ശബഹ്. ഇങ്ങനെ 4 ഘടകങ്ങൾ ഉൾച്ചേർന്നതായിരിക്കും ഒരു തശ്ബീഹ് എന്ന് പറഞ്ഞാൽ. 4 ഘടകങ്ങളായിരിക്കും. ഉദാഹരണത്തിന് ഒരു ജുംല ഇവിടെ നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചോദ്യത്തിൽ വന്ന ഉദാഹരണം തന്നെയാണ്. ഖാലിദുൻ കൽ അസദി ഫി ഷജാഅത്തി. 4 കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്.
ഖാലിദുൻ കൽ അസദി ഫി ഷജാഅത്തി. ഖാലിദ് ഒരാൾ, ഖാലിദ് സിംഹത്തെ പോലെയാണ് ധീരതയുടെ വിഷയത്തിൽ. അപ്പോൾ നമ്മൾ നേരത്തെ പൂച്ചനെ ആടിനോട് സദൃശ്യപ്പെടുത്തിയ പോലെ ഖാലിദിനെ സിംഹത്തോട് സദൃശ്യപ്പെടുത്തുകയാണ്. അപ്പം ആരെയാണ് നമ്മൾ സദൃശ്യപ്പെടുത്തുന്നത്? ഖാലിദിനാണ്. അപ്പോൾ ഖാലിദാണ് മുഷബ്ബഹ്. മുഷബ്ബഹ് എന്ന് പറഞ്ഞാൽ തശ്ബീഹ് നടത്തപ്പെടുന്ന സാധനം, വസ്തു, അതാണ് ഖാലിദ്. ഖാലിദിനെ ഒരു വസ്തു മറ്റൊരു വസ്തുവിനോട് സദൃശ്യപ്പെടുത്തുകയല്ല. എന്തിനോടാണ് സദൃശ്യപ്പെടുത്തുന്നത്? അത് അസദ്, സിംഹത്തിനോടാണ്. സിംഹത്തോട് നമ്മൾ സദൃശ്യപ്പെടുത്തുകയാണ്. അതാണ് മുഷബ്ബഹ് ബിഹി. ഓക്കെ, പിന്നെ അപ്പോൾ അത് രണ്ടുമായല്ലോ. മുഷബ്ബഹും മുഷബ്ബഹ് ബിഹിയും എന്താണെന്ന് മനസ്സിലായി. ഏതൊരു സാധനത്തിനെ നമ്മൾ സദൃശ്യപ്പെടുത്തുന്നു അതിനെ മുഷബ്ബഹ് എന്നും, എന്തിനോട് സദൃശ്യപ്പെടുത്തുന്നു എന്നതിനെ മുഷബ്ബഹ് ബിഹി എന്നും നമ്മൾ പറയുന്നു. ഇത് മുഷബ്ബഹും മുഷബ്ബഹ് ബിഹി. ഇനി രണ്ട് സാധനങ്ങൾ കൂടി റുക്നിൽ വരുന്നുണ്ട്. അതിലൊന്നാമത്തേത് എന്തിൻ്റെ വിഷയത്തിൽ സദൃശ്യപ്പെടുത്തും എന്നുള്ളതാണ്. ഖാലിദിനെ സിംഹത്തിനോട് സദൃശ്യപ്പെടുത്താൻ പല കാര്യങ്ങളും ഉണ്ടാകാം. ഖാലിദിൻ്റെ നിറം ഒരു സിംഹത്തിനെ പോലെ തന്നെയാണ്, അല്ലെങ്കിൽ ഖാലിദ് നടക്കലൊരു സിംഹത്തിനെ പോലെ ഇങ്ങനെ കുനിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഖാലിദിൻ്റെ മുഖം ആ രോമം കൊണ്ടൊക്കെ സിംഹത്തിനെ പോലെ ഉണ്ട്. അങ്ങനെ പല കാര്യങ്ങളിലും ഉണ്ടാവാം. പക്ഷെ നമ്മളിവിടെ സദൃശ്യപ്പെടുത്തുന്നത് ഫിഷജാഅത്ത്, ധീരതയുടെ വിഷയത്തിൽ. കാട്ടിലെ രാജാവായ സിംഹത്തിൻ്റെ അതേ ധീരതയാണ് ഖാലിദിന് ഉള്ളത്. അപ്പോൾ ധീരതയുടെ വിഷയത്തിൽ ഖാലിദ് സിംഹത്തിനെ പോലെയാണെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ വജ്ഹു ശബഹ്, ഏത് കാര്യത്തിലാണ് ഈ തശ്ബീഹ് നടക്കുന്നത്, അതാണ് വജ്ഹു ശബഹ്. ഓക്കെ, അപ്പോൾ ഷജാസ്. അപ്പോൾ മൂന്നെണ്ണമായി. നമ്മൾക്കിപ്പോൾ മൂന്നെണ്ണം കിട്ടി. മുഷബ്ബഹ് കിട്ടി, മുഷബ്ബഹ് ബിഹി കിട്ടി, വജ്ഹു ശബഹ്. പിന്നെ ഒന്നുകൂടി അദാത്തു തശ്ബീഹ്. അത് പിന്നെ സിമ്പിളാണ്. നമ്മൾ ഒരു ഒരു വാക്കുണ്ടാവും അവിടെ, സിംഹത്തിനെ പോലെ എന്നുള്ളൊരു ക ഉണ്ടല്ലോ അവിടെ. ഖാലിദുൻ കൽ അസദി, സിംഹത്തിനെ പോലെയാണ് എന്നുള്ളൊരു അദാത്ത്, ഒരു ഹർഫ്, ഇത് തശ്ബീഹാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു ഹർഫ് ഉണ്ടാവും. ഇതിനാണ് അദാത്ത് തശ്ബീഹ് എന്ന് പറയും. ഇപ്പോൾ 4 റുക്നുകൾ നമ്മൾക്ക് കിട്ടി. മുഷബ്ബഹ് എന്താണ്, മുഷബ്ബഹ് ബിഹി എന്താണ്, അദാത്ത് തശ്ബീഹ് എന്താണ്, വജ്ഹു ശബഹ് എന്താണ്. ഖാലിദുൻ കൽ അസദി ഫി ഷജാഅത്തി, ഇതാണ് തശ്ബീഹിൻ്റെ അർക്കാൻ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മുടെ ചോദ്യത്തിൽ ഉണ്ടായിരുന്നത് ഖാലിദുൻ കൽ അസദി ഫി ഷജാഅത്തി എന്നുള്ളിടത്ത് അസദ് എന്നുള്ള പദം എന്താണെന്നുള്ളതാണ്. സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാം, മുഷബ്ബഹ് ബിഹി ആണെന്നുള്ളത്. കാരണം ഖാലിദ്, ഇപ്പോൾ ഖാലിദ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ മുഷബ്ബഹാണ്. കാഫ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് അദാത്തു ശബഹാണ്. ഷജാഅത്ത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് വജ്ഹു ശബഹാണ്. സിമ്പിളായിട്ട് നമുക്ക് ഉത്തരം പറഞ്ഞൂടെ? ഓക്കെ, ഇതാണ് ഒരു ചോദ്യം ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ ഒരു ചോദ്യം ഉണ്ടായിരുന്നത് ഫി തശ്ബീഹി റുക്നാൻ അസാസിയാനി യുസമ്മയാനി ത്വറഫൈ തശ്ബീഹി മാഹുമ. പ്രധാനമായിട്ടും തശ്ബീഹ് അതിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ചോദ്യത്തിലൊക്കെ വന്നിട്ടുള്ളത്. തശ്ബീഹ് അതിൻ്റെ ഇനങ്ങളുമായി ബന്ധിച്ചിട്ടുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. ഇതന്നെ ഇത് മാത്രമാണ് ചോദ്യം വന്നിട്ടുള്ളത്. പിന്നെ ഒരു താരീഖുമായി ബന്ധിച്ചിട്ടുള്ള വേറെ 1-2 ചോദ്യങ്ങളാണ് ഇതിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലുള്ള ചോദ്യം ഫി തശ്ബീഹ് റുക്നാൻ അസാനിസിയാൻ, ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള 2 റുക്നുണ്ട്. അത് ത്വറഫൈ തശ്ബീഹ്, തശ്ബീഹിൻ്റെ 2 അറ്റങ്ങൾ, 2 വശങ്ങൾ എന്നൊക്കെ അറിയപ്പെടുന്ന 2 റുക്നുകളുണ്ട്. അത് ഏതാണെന്നുള്ളതാണ് ചോദ്യം. അദാത്തു തശ്ബീഹും വജ്ഹു ശബഹും ആണോ, മുഷബ്ബഹും അദാത്തു തശ്ബീഹ് ആണോ, മുഷബ്ബഹും മുഷബ്ബഹ് ബിഹി ആണോ, മുഷബ്ബഹ് ബിഹിം വജ്ഹു ശബഹു ആണോ? ഉത്തരം അൽ മുഷബ്ബഹു അൽ മുഷബ്ബഹു ബിഹി എന്നുള്ളതാണ്. നമ്മൾക്ക് കൂടുതൽ ആലോചിക്കേണ്ട ആവശ്യമില്ല അത് ശരിക്ക്. കാരണം സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഒരു സാധനം തശ്ബീഹ് നടക്കണമെങ്കിൽ ആദ്യമായിട്ട് വരേണ്ടത് മുഷബ്ബഹും മുഷബ്ബഹ് ബിഹിയാണ്. അതില്ലാതെ അവിടെ തശ്ബീഹ് നടക്കില്ല. ഒരു സാധനത്തിനെ നമ്മൾ മറ്റൊന്നിനോട് സദൃശ്യപ്പെടുത്തുകയാണ്. അപ്പോൾ ഇനി സദൃശ്യപ്പെടുത്തുന്ന വാക്കില്ലെങ്കിൽ, സദൃശ്യപ്പെടുത്തുന്ന അദാത്തില്ലെങ്കിലും, എന്തിൽ സദൃശ്യപ്പെടുത്തുന്നു അതൊന്നുമില്ലെങ്കിലും ഏറ്റവും അടിസ്ഥാനപരമായിട്ട് എന്ത് വേണം? മുഷബ്ബഹും മുഷബ്ബഹ് ബിഹിയും വേണം. ഏതാണ്, എന്തിനെയാണ് സദൃശ്യപ്പെടുത്തുന്നത്, എന്തിനോടാണ് സദൃശ്യപ്പെടുത്തുന്നത്, ഈ 2 സാധനങ്ങൾ ഏതായാലും നിർബന്ധമാണ്. മുഷബ്ബഹും മുഷബ്ബഹ് ബിഹിയും, അതാണ് റുക്നാൻ അസാസിയാൻ, ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള റുക്നുകൾ. യുസമ്മയാനി ത്വറഫൈ തശ്ബീഹ്. അത് നമ്മൾ ഒന്നുകൂടി അടുത്ത ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാകും. കാരണം അദാത്തില്ലാതെ തശ്ബീഹുകൾ ധാരാളം വരാം.
അല്ലെങ്കിൽ വജ്ഹു ഷബഹ് പറയാതെയും തശ്ബീഹുകൾ ധാരാളം വരാം. ഓക്കെ, ചിലപ്പോൾ അദാത്തില്ലാതാവുമ്പോഴൊക്കെ തശ്ബീഹിൻ്റെ ശക്തി കൂടുന്നു, അങ്ങനെയൊക്കെ വരാം. പക്ഷേ മുഷബ്ബഹും ബിഹിയും ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണെന്നർത്ഥം. ഓക്കെ, അപ്പോൾ സുആൽ സാനി നമ്മൾ വിരമിച്ചു. സുആൽ സാനിയിൽ നിന്ന് മൂന്നാമത്തെ ചോദ്യം, അതും തശ്ബീഹുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അനൽ ബഹറു എന്നത് എന്തിൻ്റെ ഉദാഹരണമാണെന്നുള്ളതാണ്. അനൽ ബഹറു, ഞാൻ കടലാണ്, അതാണ് ഇപ്പോൾ ശരിക്കും അതിൻ്റെ അർത്ഥം. അത് ഒരു ബെയ്ത്തിൽ വന്ന അനൽ ബഹറു ഫി അഹ്ഷാഇഹി ദുർറുകാമിനു എന്നുള്ള ഒരു ബെയ്ത്തിൽ വന്നൊരു വാക്കാണ്. അത് അനൽ ബഹ്റു എന്നുള്ള നമ്മൾക്ക് ആ ബെയ്ത്ത് വരണമെന്നില്ല, നമ്മൾക്ക് ഈ വാക്ക് അനൽ ബഹ്റു, ഞാൻ കടലാണ്, ഇത് എന്തിൻ്റെ ഉദാഹരണമാണെന്നുള്ളതാണ്. തശ്ബീഹ് മുർസലാണോ, തശ്ബീഹ് തംസീലിയാണോ, തശ്ബീഹ് മഖ്ലൂബാണോ, തശ്ബീഹ് ബലീഗാണോ? ഉത്തരം തശ്ബീഹ് ബലീഗ് എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇത് നമ്മൾക്ക് നേരാണ്ട് കാണാതെ പഠിച്ചു പോയാൽ അടുത്തൊരു ഇതിൽ വേറെ ചോദ്യമായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വിശദീകരണത്തിലേക്ക് പ്രവേശിക്കണം. അഖ്സാമു തശ്ബീഹ്, ഇതും മനസ്സിലാക്കാൻ സിമ്പിളാണ്. തശ്ബീഹിൻ്റെ ഇനങ്ങളാണ്. തശ്ബീഹിൻ്റെ ഇനങ്ങൾ നോക്കാം. ഇവിടെ 5 ഇനങ്ങളാണ് ആദ്യം നമ്മൾ പറയുന്നത്. മുർസൽ, മുഅക്കദ്, മുജ്മൽ, മുഫസ്സൽ, ബലീഗ്. മുർസൽ എന്ന് പറഞ്ഞാൽ ദുക്കിറത്ത് ഫീഹിൽ അദാത്തു, അദാത്ത് പറഞ്ഞ തശ്ബീഹിനാണ്. ഒരു തശ്ബീഹ് അതിൽ അദാത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അദാത്ത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്, അദാത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മുർസൽ എന്നാണ് പറയുക. മുഅക്കദ് എന്ന് പറഞ്ഞാൽ അദാത്ത് ഇല്ലാതെ പറഞ്ഞതാണ്. മുർസൽ എന്ന് പറഞ്ഞാൽ ആ വാക്ക് അതിൻ്റെ അർത്ഥത്തിനോടൊക്കെ നമ്മൾക്ക് സദൃശ്യപ്പെടുത്തിക്കാണ്ട് ഇത് മനസ്സിലാക്കാം. യഥാർത്ഥത്തിലേ ഞാൻ കടലിനെ പോലെയാണെന്നുള്ളതോ ഞാൻ കടൽ തന്നെയാണെന്നുള്ളതാണോ ഏറ്റവും ശക്തമായിട്ടുള്ള കുറച്ച് തഅ്കീദുള്ളത്? ഞാൻ കടൽ തന്നെയാണെന്നുള്ള തശ്ബീഹാണ്. അപ്പോൾ അതാണ് മുഅക്കദ്. അപ്പോൾ അദാത്ത് പറയാത്തതിനായിരിക്കും കുറച്ച് ശക്തി കൂടുതൽ. അപ്പോൾ അനൽ മാഉ അല്ലെങ്കിൽ അനൽ ബഹറു, ഞാൻ കടലാണ്, ഞാൻ കടലിനെ പോലെയാണെന്ന് പറഞ്ഞേക്കാൾ കുറച്ച് ശക്തി കൂടുതലായിരിക്കും അനൽ ബഹറു, ഞാൻ കടലാണെന്ന് പറയാം. അപ്പോൾ അദാത്ത് കളഞ്ഞതിനാണ് മുഅക്കദ് എന്ന് പറയാം. അദാത്ത് പറഞ്ഞതിന് മുർസൽ. അപ്പോൾ മുർസൽ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു അയഞ്ഞത് അല്ലേ, മുഅക്കദിൻ്റെ അത്രണ്ട് ശക്തിയില്ല. അനക്കൽ മാ എന്ന് പറയാം, അനക്കൻ നജ്മി എന്ന് പറയാം, ഞാൻ നക്ഷത്രത്തെ പോലെയാണെന്ന് പറയാം, അതെന്താണ്? മുർസലാണ്. അന നജ്മുൻ, ഞാനാണ് നക്ഷത്രം എന്ന് പറയുകയാണെങ്കിൽ അത് മുഅക്കദായിരിക്കും. ഓക്കെ, അന നജ്മുൻ ഫിൽ ഉലുവി, ഉയർച്ചയിൽ, അങ്ങനെ പലതുണ്ടാകാം. ഓക്കെ, അപ്പോൾ രണ്ടും മനസ്സിലായില്ലേ? ഇനി മുജ്മലും മുഫസ്സലും. അതിൽ നമുക്ക് മനസ്സിലാക്കാം. മുഫസ്സൽ പറഞ്ഞാൽ കുറച്ച് വിശദമായിട്ട് പറഞ്ഞതായിരിക്കും. മുജ്മൽ പറഞ്ഞാൽ കുറച്ച് വിശദമാക്കാതെ പറഞ്ഞതായിരിക്കും. അപ്പോൾ മുഫസ്സൽ പറഞ്ഞാൽ വജ്ഹു ഷബഹ് പറഞ്ഞിങ്ങനെ വിശദീകരിച്ചതായിരിക്കും. മുജ്മൽ വജ്ഹു ഷബഹ് കളഞ്ഞതാണ്. സിമ്പിളായിട്ട് 4 നമുക്ക് മനസ്സിലാക്കാം. മുർസൽ, മുഅക്കദ്, മുർസലും മുഅക്കദ് നേരെ ഓപ്പോസിറ്റുകളാണ്. മുജ്മലും മുഫസ്സലുകളും നേരെ ഓപ്പോസിറ്റുകളാണ്. മുഫസ്സൽ പറഞ്ഞാൽ വജ്ഹു ഷബഹ് പറഞ്ഞതിന്, മുജ്മൽ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ പറഞ്ഞാന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുമല്ലോ, വജ്ഹു ഷബഹ് കളഞ്ഞതിന്. പിന്നെ മുർസലും മുഅക്കദും അദാത്തു ഷബഹ് പറഞ്ഞതും പറയാത്തതും. ഇനി അവസാനം വരുന്ന 5ാമത്തെ ഒരു സാധനമാണ് ബലീഗ്. അതിൽ അദാത്തും കളഞ്ഞു, വജ്ഹു ഷബഹും കളഞ്ഞു. അദാത്തും കളഞ്ഞു, വജ്ഹു ഷബഹും കളഞ്ഞു. ഓക്കെ, രണ്ടും കളഞ്ഞതിന് ബലീഗ് എന്നാണ് പറയാം. നേരത്തെ പറഞ്ഞതൊക്കെ ഏതെങ്കിലും ഒന്ന് കളഞ്ഞതിനൊക്കെ ആയിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ അന അസദുൻ, ഞാൻ സിംഹമാണ് എന്ന് പറയാം. എന്തിൻ്റെ വിഷയത്തിൽ എന്ന് പറഞ്ഞിട്ടില്ല, വജ്ഹു ഷബഹ് പറഞ്ഞിട്ടില്ല. കൽ അസദി അല്ലേ, സിംഹത്തെ പോലെ എന്നുള്ള അദാത്തും പറഞ്ഞിട്ടില്ല. ഇത് രണ്ടും പറഞ്ഞിട്ടില്ലെങ്കിൽ ആ ജുംല എന്തായിരിക്കും? തശ്ബീഹ് എന്തായിരിക്കും? ബലീഗായിരിക്കും. അപ്പോൾ അഖ്സാമുകൾ മനസ്സിലായല്ലോ. മുർസൽ, മുഅക്കദ്, മുജ്മൽ, മുഫസ്സൽ, ബലീഗ്, ഇങ്ങനെ 5 ഖിസ്മുകളാണ് ആദ്യമായിട്ട് പറയുന്നത്. പിന്നെ ഇതുപോലെ തന്നെ തശ്ബീഹിൻ്റെ ഖിസ്മുകൾ ഒരു അല്പം ഖിസ്മുകൾ വേറെയുണ്ട്. ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുകയാണെങ്കിൽ, ഉദാഹരണത്തിന് തശ്ബീഹ് തംസീൽ എന്നുള്ളൊരു സാധനം, അല്ലെങ്കിൽ അത്തശ്ബീഹു തംസീലി എന്നൊക്കെ പറയുന്ന ഒരു ഇനം മറ്റൊന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ, വജ്ഹു ഷബഹ് ഒരു സാധനമാവില്ല. ധീരത എന്നതുപോലെ, അല്ലെങ്കിൽ ഭംഗി, പ്രകാശം, ഉയർച്ച, ഇങ്ങനെ ഒരൊറ്റ സാധനമാവില്ല.
ഒരു കുറേ സാധനത്തിന് ആയിരിക്കും അവിടെ വജുഹു ശബഹ് ഉണ്ടാവുക. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ബെയ്ത്ത് ഇവിടെ ഉണ്ട്. ഇവിടെ യഹുസുൽ ജയ്ഷു ഹൗലക ജാനിബൈഹി കമാ നഫളത് ജനാഹൈഹൽ ഉഖാബു. പിന്നെ മറ്റൊന്ന് നമ്മുടെ സിലബസിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു സാധനമാണ് അൽ ബലാഗത്തുൽ വാദിഹ. അതിലെ ഇൽമുൽ ബയാൻ ഭാഗമാണ്. അപ്പോൾ ഈ ബലാഗ വാദിഹയിലെ ക്വസ്റ്റ്യൻസ് ആണ് മിക്കവാറും, അല്ലെങ്കിൽ അതിൽ പ്രധാനമായിട്ടും വരുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. നെറ്റായാലും ടെറ്റ് കേട്ടറ്റായാലും അതിലൊക്കെ പ്രധാനമായിട്ടും ക്വസ്റ്റ്യൻസൊക്കെ വരാറുള്ളത്. അപ്പോൾ ഇതിലിങ്ങനെ പറയണത് സൈഫുദ്ദൗലിനെ കുറിച്ച് പറയാണ്. അദ്ദേഹം ഇങ്ങനെ രണ്ട് വശത്തുകൂടെയും ശത്രുക്കളിങ്ങനെ വെട്ടുകയാണ് യുദ്ധത്തിൽ. അപ്പോൾ രണ്ട് വശം ഇങ്ങനെ വെട്ടുമ്പോൾ നടുവിലൊരു സാധനം ഇങ്ങനെ ഇളകാതെ നിൽക്കുന്നു, രണ്ട് വശവും ഇളകിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അത് ഒരു ഉഖാബ്, ഒരു പക്ഷി പരുന്തോ മറ്റോ, ആ പക്ഷി ഇങ്ങനെ രണ്ട് ചിറകുകൾ ഇങ്ങനെ രണ്ട് വശത്തും വീശുന്ന പോലെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു നടുവിലൊരു സാധനം ഉണ്ടാകുക, അതിൻ്റെ രണ്ട് വശത്തും ഇളകിക്കൊണ്ടേയിരിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സാധനമാണ് ഇവിടെ വജുഹു ശബഹായിട്ട് വരുന്നത്. അല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ധീരതയെന്നോ ഭംഗിയെന്നോ ഒരൊറ്റ സാധനമല്ല. ഇതൊരു മുറക്കബായ വജുഹു ശബഹാണ് ഉണ്ടാകുക. അതിനാണ് തശ്ബീഹ് തംസീൽ എന്ന് പറയാം. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കാൻ. മറ്റൊരു ഇനം കൂടി നമ്മൾ പറയുകയാണ്, ഓപ്ഷനിൽ വന്നതുകൊണ്ട് പറയുകയാണ് തശ്ബീഹ് മഖ്ലൂബ്. അത് നമ്മൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. മഖ്ലൂബ് കലബ എന്ന് പറഞ്ഞാൽ എന്താ? മറിച്ചിടുക എന്നുള്ളതാണ് അല്ലേ? കലബ എന്ന് നമ്മൾ പറയാറുണ്ട്. കൽബ് അല്ലേ, എത്തക്കല്ലബു, കൽബ് ഇങ്ങനെ മാറി മറിയുന്നത് കൊണ്ടാണ് കൽബിനെ കൽബ് എന്ന് പറഞ്ഞതെന്നൊക്കെ പറയാറുണ്ടല്ലോ. തശ്ബീഹ് മഖ്ലൂബ്. അപ്പോൾ ഇതിൽ മഖ്ലൂബ് എന്ന് പറഞ്ഞാൽ മുഷബ്ബഹ് ബിഹി ആക്കുക, മുഷബ്ബഹീനെ മുഷബ്ബഹു ആക്കുക, നേരെ ഓപ്പോസിറ്റ് ആക്കുക. അതുമാണെങ്കിൽ നമ്മൾക്കൊരു ഭയങ്കര ശക്തിയായിട്ട് തശ്ബീഹ് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാളോട് പറയാം, ആ ചന്ദ്രനെ കണ്ടിട്ട് നിൻ്റെ മുഖം പോലെ ഉണ്ടല്ലോ. ശരിക്കും പറയേണ്ടത് എന്താ? നിൻ്റെ മുഖം ചന്ദ്രനെ പോലെ ഉണ്ടല്ലോ എന്നുള്ളതാണ് പറയേണ്ടത്. പക്ഷെ നേരെ ഓപ്പോസിറ്റ് പറയാം, ആ ചന്ദ്രനെ കണ്ടിട്ട് നിൻ്റെ മുഖം പോലെയുണ്ട് എന്ന് പറയാം. ഇതാണ് തശ്ബീഹ് മഖ്ലൂബ്, നേരെ തിരിച്ചിട്ട്. അപ്പോൾ ഈ ഇനങ്ങളൊക്കെ മനസ്സിലായല്ലോ. തശ്ബീഹ് മഖ്ലൂബ് എന്താണെന്ന് പറഞ്ഞു, തശ്ബീഹ് തംസീൽ എന്താണെന്ന് പറഞ്ഞു, പിന്നെ മുഅക്കദ്, അതുപോലെ തന്നെ മുർസൽ, മുജ്മൽ, മുഫസ്സൽ, പിന്നെ ബലീഗും. അങ്ങനെ കുറച്ച് ഇനങ്ങൾ പറഞ്ഞു. ഇനി നമ്മൾ ആ മറ്റേ ചോദ്യത്തിലേക്ക് പോയി വെക്കാം. അനൽ ബഹർ, ഞാൻ കടലാണ്. എന്തിനുള്ള ഉദാഹരണം? തശ്ബീഹ് മുർസലാണോ? തശ്ബീഹ് തംസീലിയാണോ? തശ്ബീഹ് മുർസൽ അല്ല അല്ലേ? അദാത്തു ശബഹ് കളയപ്പെട്ടിട്ട് അദാത്തു ശബഹ് പറഞ്ഞതിനാണ് മുർസൽ എന്ന് പറയാം അല്ലേ? അദാത്തു ശബഹ് പറഞ്ഞതിനാണ് മുർസൽ എന്ന് പറയാം. അദാത്തു ശബഹ് ഇവിടെ ഇല്ലല്ലോ, ഇല്ല. തശ്ബീഹ് തംസീലിയാണോ? അല്ല. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു കൂടുതലിങ്ങനെ ഒരൊറ്റ സാധനം പോരാ വജുഹു ശബഹ്. നമ്മുടെ വജുഹു ശബഹ് പറഞ്ഞിട്ട് തന്നെ ഇല്ല. തശ്ബീഹ് മഖ്ലൂബാണോ? ഇല്ല. തശ്ബീഹ് അനൽ ബഹർ ഞാനാണ് അങ്ങനെ നല്ല പറഞ്ഞത്. പിന്നെ തശ്ബീഹ് ബലീഗാണ്, അദാത്തും വജുഹു ശബഹും കളഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻതഹീന മിന സുആൽ സാലിസ് അയ്ള. പിന്നെ സുആൽ റാബിയും സുആൽ ഖാമിസും ഒരു ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള, ബലാഗയുടെ ഒരു ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാധനമാണ്, ചോദ്യമാണ്. അല്ലാതെ അതിൻ്റെ കണ്ടൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. യൂറഫ് അബ്ദുൽ ഖാഹിർ അൽ ജുർജാനി ബി വാദിയായി. അബ്ദുൽ ഖാഹിർ അൽ ജുർജാനി എന്നവർ ഇൽമുൻ നഹ്വിൻ്റെ വാദിയാണോ, ഇൽമുൽ അറൂദിൻ്റെ വാദിയാണോ, ഇൽമുൽ ബയാൻ്റെ വാദിയാണോ, ഇൽമുൽ ദലാലയുടെ വാദിയാണോ? ഇൽമുൽ ബയാൻ്റെ വാദിയാണ്. ഇൽമുൽ ബയാൻ എന്ന് പറഞ്ഞാൽ ഇൽമുൽ ബലാഗയുടെ ഭാഗമാണ്. ഇൽമുൽ ബലാഗ പ്രധാനമായിട്ടും മൂന്നെണ്ണമാണ് ഉണ്ടാവുക. ഇൽമുൽ ബയാനും ബദിയും അൽമാനി. ഇൽമുൽ മാനിയും, മാനി, ബയാന്, ബദി, ഇങ്ങനെ മൂന്നെണ്ണമായിരിക്കും. അതിൽ ഇൽമുൽ ബയാൻ മാത്രമാണ് സാധാരണ ചോദിക്കപ്പെടാറ്, സിലബസിൽ പറയപ്പെട്ടിട്ടുള്ളതും. ഇൽമുൽ ബയാനിൻ്റെയും ഇൽമുൽ മാനിയുടെയും സ്ഥാപകനായിട്ടാണ് അബ്ദുൽ ഖാഹിർ അൽ ജുർജാനി അദ്ദേഹം പരിചയപ്പെടുത്തപ്പെടാറുള്ളത്. അദ്ദേഹം ബലാഗയുടെ കിബാർ വലിയ ആലിമാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന കിതാബുകളാണ് അസ്റാറുൽ ബലാഗ, കിതാബിനെ കുറിച്ച് ചോദ്യം വരാറുണ്ട്. അസ്റാറുൽ ബലാഗ, ദലായിലുൽ ഇജാസ്, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ
കിതാബുകളാണ് അസ്റാറുൽ ബലാഗയും ദലായിലുൽ ഏജാസും. പിന്നെ ഇൽമുൽ ബയാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തശ്ബീഹ് അങ്ങനത്തെ ശൈലികളെ, ഒരു സംസാരത്തിൻ്റെ ശൈലികളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു ഭാഗമാണ് ഇൽമുൽ ബയാൻ. മാനി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു തുടക്കം എന്നോണം അതിൻ്റെ കൈഫിയത്ത്, സൂറത്ത്, ഒരു സംസാരത്തിൻ്റെ രൂപങ്ങൾ, അത് ഹക്കീഖത്താണോ മജാസാണോ അല്ലെങ്കിൽ ഇവിടെ ഒരു ഇൻഷാ, ഖബർ ഇൻഷാ എന്നൊക്കെ പറയാറുണ്ട്, ഒരു കൽപ്പന അല്ലെങ്കിൽ ഒരു പറച്ചിൽ, അങ്ങനെ പല രൂപത്തിൽ അങ്ങനെയുള്ള ഒരു സൂറത്തുകളോട് ബന്ധിച്ചതാണ് ഇൽമുൽ മാനി. ബദീ എന്ന് പറഞ്ഞാൽ സംസാരത്തിനൊക്കെ ഭംഗി കൂട്ടുന്ന, ബദീ മുഹസ്സിനാസ് എന്നൊക്കെ പറയുന്ന ഒരു ഭംഗി കൂട്ടുന്ന സാധനങ്ങളാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഭാഗം വരുന്നത് ഇൽമുൽ ബയാൻ എന്നുള്ളതാണ്. പിന്നെ അതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പ്രധാനമായിട്ടും ചോദ്യം വരുന്ന മറ്റൊരു ഭാഗങ്ങളും കൂടിയാണ്, വിഷയങ്ങളാണ് ഇൽമുൻ നഹ്വിൻ്റെ സ്ഥാപകൻ ആരാണെന്നുള്ളത്. അത് അബുൽ അസ്വദ് ദുഅലി എന്നുള്ളവരാണ്. അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ പറയപ്പെടാറുണ്ട്. ഇൽമുൽ അറൂദിൻ്റെ സ്ഥാപകനായിട്ട് പരിചയപ്പെടുത്തപ്പെടാറുള്ളത് അൽ ഖലീൽ ബിൻ അഹ്മദ് അൽ ഫറാഹിദി എന്നുള്ളതാണ്. നമ്മുടെ സിലബസിൽ വരുന്ന മറ്റൊരു ഭാഗമാണ് ഇൽമുൽ അറൂദ്. ഇൽമുൻ നഹ്വും അറൂദൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് നോക്കാം. അഞ്ചാമത്തെ ചോദ്യമായിട്ട് വരുന്നത് സ്വന്നഫ അലി അൽ ജാരിം വ മുസ്തഫ അമീൻ കിതാബ. ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഒരു കിതാബ് രചിച്ചിട്ടുണ്ട്. അത് ഏതാണ് കിതാബ് എന്നുള്ളതാണ്. ഈ പറഞ്ഞപ്പെട്ടതിൽ ഏതാണ് കിതാബ്? അൽ ഖാമൂസുൽ മുഹീത്താണോ, ജവാഹിറുൽ ബലാഗയാണോ, അസ്റാറുൽ ബലാഗയാണോ, അൽ ബലാഗത്തുൽ വാദിഹയാണോ? ഉത്തരം അൽ ബലാഗത്തുൽ വാദിഹ. ഇതൊക്കെ നമ്മൾ അതുപോലെ മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളത് ആണ് ഇതിൻ്റെ വഴി, ഓരോ കിതാബുകൾ. അപ്പോൾ ഖാമൂസ് മുഹീത്ത് എന്നുള്ളത് അത് ഫൈറൂസാബാദി, സാധാരണ അൽ ഖാമൂസിൽ ഫൈറൂസാബാദി എന്നാണ് പറയപ്പെടാറുള്ളത്. മജുദ്ദീൻ അൽ ഫൈറൂസാബാദി ഹിജറ 817 വഫാത്തായ അദ്ദേഹമാണ് ഖാമൂസ് മുഹീത്തിൻ്റെ രചയിതാവ്. ജവാഹിറുൽ ബലാഗ എന്നുള്ളത് വൈകാതെ ഈ അടുത്തൊക്കെ മരണപ്പെട്ടു പോയ സയ്യിദ് അഹ്മദ് അൽ ഹാഷിമി, ജവാഹിറുൽ ബലാഗ ഫിൽ മാനി വൽ ബദിയ ഫിൽ ബയാനി വൽ മാനി വൽ ബദിയ എന്നുള്ള ഒരു കിതാബ്, അദ്ദേഹം 1943 വഫാത്തായ സയ്യിദ് അഹ്മദ് അൽ ഹാഷിമി. അസ്റാറുൽ ബലാഗ നമ്മൾ നേരത്തെ പറഞ്ഞു, അസ്റാറുൽ ബലാഗ ആരുതാണെന്ന്. അബ്ദുൽ ഖാഹിർ അൽ ജുർജാനി, ഹിജറ 471 വഫാത്തായ അബ്ദുൽ ഖാഹിർ അൽ ജുർജാനിയുടെ കിതാബാണ് ഖാമൂസ് മുഹീത്ത്. ഓക്കെ, അപ്പോൾ ഇതിലുള്ള ഓപ്ഷൻസും നമ്മൾ വിശദീകരിച്ചു. അലി അൽ ജാരി മുസ്തഫ അമീനും കൂടി രചിച്ചത് അൽ ബലാഗത്തുൽ വാദിഹ എന്ന കിതാബാണ്. നമ്മൾ നഹ്വുൽ വാദിഹിനെ കുറിച്ചൊക്കെ പറയാറുണ്ടല്ലോ, അതേപോലെ തന്നെ അൽ ബലാഗയിൽ വാദിഹയും ഇവർ രണ്ടുപേരും ചേർന്നിട്ടാണ് രചിച്ചിട്ടുള്ളത്. ശുക്രൻ. നമ്മൾ ഇപ്പോൾ സംസാരിച്ചത് കേട്ടറ്റിലെ ഡിസംബർ 2025 വന്ന ക്വസ്റ്റ്യൻസിലെ ബലാഗയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമൊന്ന് അനലൈസ് ചെയ്യുകയാണ്. ശുക്രൻ. ജസാക്കുമുല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.